ഭാരതീയ ജനതാ പാർട്ടി ഒരു ധാർമ്മിക വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഈ വഖഫ് ബില്ലിൻ്റെ ഭേദഗതിയെ കാണുന്നത്. ഇത് രാഷ്ട്രീയ വിഷയം എന്നുള്ളതിനേക്കാൾ നാടിൻ്റെ മുഴുവൻ ഒരു ദേശീയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. വഖഫ് ബില്ല് ഇത്തരത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം. കാരണം വളരെ ഏകപക്ഷീയമായി, ഏകാധിപത്യപരമായി ഏത് ഭൂമിയും സ്വത്താക്കി പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിലവിലുള്ള നിയമം ഒരു ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിനൊട്ടും ചേർന്നതല്ല. പ്രത്യേകിച്ച് മതേതര ഭരണ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിൽ ഒരു വഖഫ് നിയമം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നൊരു കാര്യമല്ല. അത് ഭേദഗതി വരുത്തിയ മതിയാവും. എല്ലാ നിയമങ്ങളും കാലോചിതമായി പരിഷ്കരിക്കണം. അത് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഒരു നിലപാടാണ്. സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ, ജീർണതയ്ക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ എന്നുമെന്നും പ്രതികരിക്കുകയും പോരാടുകയും ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമുള്ള ഏതൊരു പൗരൻ്റെയും കടമയാണ്. വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ ലക്ഷണമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ നവോത്ഥാനത്തെപ്പറ്റി പ്രസംഗിക്കാറുണ്ട്, കോൺഗ്രസ്സുകാരും സമയം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ എം പി ആണെങ്കിൽ എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം മുനമ്പത്ത് പോയാൽ അവിടെ സമരം ചെയ്യുന്നവരോടൊപ്പം നിന്നുകൊണ്ട് സമരത്തിന് അനുകൂലമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വഖഫ് നിയമം ഇപ്പോൾ നിലനിൽക്കുന്നതിനെതിരായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത്. മുനമ്പത്ത് നടക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കുന്ന ആ എം പി ലോക്സഭയിൽ ചെന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ, എല്ലാ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അതിലെ ഏകാധിപത്യ പ്രവണതകളൊക്കെ നീക്കം ചെയ്ത് അതിനെ ശുദ്ധമാക്കിയെടുക്കാൻ ഭേദഗതി അവതരിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കുക. ഈ ഇരട്ടത്താപ്പ്, ഈ ഇരുതലമൂരി രാഷ്ട്രീയം വാസ്തവത്തിൽ കോൺഗ്രസിന് ഒരു പക്ഷേ ഭൂഷണമായിരിക്കും, പക്ഷെ ഒരു ജനപ്രതിനിധിക്കൊട്ടും ചേർന്നതല്ല. ഒരു ജനപ്രതിനിധി മുനമ്പത്തെ ജനങ്ങളോടൊപ്പം ചെന്ന് അവിടുത്തെ സമരത്തിൽ പങ്കെടുക്കുക, ലോക്സഭയിൽ പോയി മുനമ്പത്തെ ജനങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കുക. അപാര തൊലിക്കെട്ടിയുള്ളവർക്ക് ഇത് സാധിക്കുന്നു, മനസ്സാക്ഷിയുള്ളവർക്ക് ഇത് സാധിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും സാധ്യമല്ല. ഏതെങ്കിലും വിധത്തിൽ അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, സാമൂഹ്യ അവബോധമുള്ള, ഇവിടുത്തെ സാമൂഹ്യ നീതി ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ഈ എറണാകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം പി മുനമ്പത്തെ ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ലോക്സഭയിൽ മുനമ്പത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് അവിടെ കൈവക്കാൻ തയ്യാറാകണമെന്നാണ് ഇവിടുത്തെ വോട്ടർമാരെന്നുള്ളതിൽ നാം ആവശ്യപ്പെടുന്നു. നമ്മളെല്ലാവരും വോട്ടർമാരാണ്. ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയല്ല അദ്ദേഹം ചെയ്യേണ്ടത്. അദ്ദേഹം ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തവരുണ്ടാകാം, വോട്ട് ചെയ്യാത്തവരുണ്ടാകാം. പക്ഷെ ജനപ്രതിനിധിയായി, എം പി ആയി കഴിഞ്ഞാൽ ജനങ്ങളുടെ മുഴുവൻ, ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അദ്ദേഹം ആ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പരസ്പര വിരുദ്ധമായ, വെറും താൽക്കാലികവും ക്ഷണികവും സ്വാർത്ഥപരവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം പരസ്പര വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതൊട്ടും ശരിയല്ല. അത് ഒരു ആദർശ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. നമ്മുടെ എം പിക്ക് എന്തെങ്കിലും ഒരു ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനാധിപത്യവും
പൗരബോധവും ഉള്ള ഒരാൾ, ജനാധിപത്യബോധവും പൗരബോധവും ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. മുനമ്പത്ത് പോയി ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ അദ്ദേഹം തയ്യാറാവണം. മുനമ്പത്തെ സമരത്തിൽ പങ്കെടുത്ത് ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ട ശേഷം താൻ പറഞ്ഞതെല്ലാം മറക്കുകയും അതിന് നേരെ ഘടകവിരുദ്ധമായി അദ്ദേഹം പാർലമെന്റിൽ പോയി സംസാരിക്കുകയും വഖഫ് ഈ ഭേദഗതി നിയമത്തിന് എതിരായിട്ട് കൈവക്കുകയും ചെയ്യുമ്പോൾ എന്താണ് നാം ചിന്തിക്കേണ്ടത്? അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താണ്? അദ്ദേഹം സ്വയം വില ഇടിയുകയാണ്. അദ്ദേഹത്തിന്റെ വിലയാണ് ഇടിയുന്നത്. എന്തുകൊണ്ടാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതേക്കുറിച്ചൊരു അവബോധം ഉണ്ടാകേണ്ടതാണ്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇന്നും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നിയമങ്ങൾ, കരിനിയമങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ് പോകുന്നത്. നാം മുന്നോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ജനാധിപത്യ മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. മോഡി സർക്കാർ ചെയ്യുന്നത് അതാണ്. മോഡി സർക്കാർ ഈ വഖഫ് നിയമം, നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യുന്നത് കാലത്തിന്റെ ചൂരെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാനാണ്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്തൊരു നിയമം, അവിടെ പോലും ഇതുപോലെ വഖഫ് നിയമങ്ങൾ ഇല്ലാതിരിക്കെ എന്തിനാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഈ വിധത്തിൽ വളരെ താല്പര്യത്തോടും ആവേശത്തോടും കൂടി നിലവിലുള്ള വഖഫ് നിയമത്തെ അനുകൂലിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മൾ മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം അവിടെ ഇത്തരത്തിൽ വഖഫ് സ്വത്തായി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാനാവില്ല. അവിടെ നിയമ വ്യവസ്ഥയുണ്ട്, നിയമവാഴ്ചയുണ്ട്. ആ നിയമവാഴ്ച അനുസരിച്ച് അവിടെ ഗവൺമെന്റ് സ്ക്രൂട്ടനൈസ് ചെയ്ത ശേഷം അതെല്ലാം ദീർഘമായി വിശദമായി പരിശോധിച്ചതിന് ശേഷം വസ്തുനിഷ്ഠപരമായി അതിനെല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. ഏകപക്ഷീയമായി ഏത് ഭൂമിയും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും ഏറ്റെടുക്കാം എന്ന യാതൊരുവിധ ഉപാധികളുമില്ലാത്ത ഒരു നിയമം ഒരു രാജ്യത്തുമില്ല. അത് ഈ ഭാരതത്തിൽ മാത്രമാണ്. ഈ തരത്തിൽ ഈ നിയമത്തിന് ഇത്രയധികം ശക്തി പകർന്നു കൊടുത്തതാരാണ്? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രിമാർ കാലാകാലങ്ങളിൽ ഈ വഖഫ് നിയമത്തിന് എല്ലാവിധ ശക്തിയും പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതിന് പല്ലും നഖവും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഏത് നിയമങ്ങളും ഏത് സ്ഥലവും ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് അതൊക്കെ ഏറ്റെടുക്കാൻ അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ നമ്മൾ യാത്ര ചെയ്താൽ നിരവധി സ്ഥലങ്ങളിൽ 1 ഏക്കറും 2 ഏക്കറും ഒക്കെ ഉള്ള ഭൂമിയുള്ള 10 സെന്റുള്ള ആളുകൾ പോലും ഇപ്പോൾ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. ഞാൻ അടുത്തടുത്ത് കോഴിക്കോട് മുക്കത്തിനടുത്തൊരു സ്ഥലത്ത് പോയി. അവിടെ 1.5 ഏക്കർ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആ ഭൂമിയിലുള്ള കട, സ്വന്തം കട, കച്ചവടം നടത്തുന്ന കട കരമടയ്ക്കാൻ നിവൃത്തിയില്ല, വായ്പ എടുക്കാൻ നിവൃത്തിയില്ല. അത് വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 37 വർഷക്കാലമായി കച്ചവടം നടത്തുന്ന ഒരാളുടെ ഗതികേടാണ് ഈ പറയുന്നത്. ഇങ്ങനെ എത്രയെത്ര ഭൂമി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നിയമയുദ്ധങ്ങൾ നടക്കുകയാണ്. ഈ എറണാകുളത്തും ഒരമ്മ ഒരു നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എത്രയോ നാളുകളോളമായി തനിക്ക് അവകാശപ്പെട്ട, പരമ്പരാഗതമായി തനിക്ക് ലഭിച്ച അവകാശപ്പെട്ട ഭൂമി അവിടെ കടന്നു കയറി ചെല്ലാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന വിധത്തിൽ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് പൗരാവകാശ ധ്വംസനമാണ്. ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമാണ്. എല്ലാവർക്കും ഈ മണ്ണിൽ സ്വതന്ത്രമായി സ്വൈരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതൊരു നിയമത്തിലൂടെ ഹനിക്കുക, ധ്വംസിക്കുക, ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് മത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ ചേർന്നതല്ല, ഭൂഷണമല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി ആളുകൾ ഇതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വാസ്തവത്തിൽ വലിയൊരു ദുരന്ത മുഖത്താണ്. എപ്പോൾ വേണമെങ്കിലും സർവ്വതും നഷ്ടപ്പെട്ട് വഴിയാധാരമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്.
അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മാനവികതയുടെ ഉദാത്തമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭേദഗതി. ജീവിത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ്. ഒരു മനുഷ്യരെന്നുള്ളതിലേക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ മനുഷ്യത്വം നമ്മുടെ നാട്ടിലുണ്ടാവണം. മതത്തിന്റെ പേരിൽ ഒരു മതവിഭാഗത്തെ മുഴുവൻ പ്രീണിപ്പിക്കാൻ, പ്രീതിപ്പെടുത്താൻ, നമ്മുടെ ധാർമ്മികമായ എല്ലാ അവകാശങ്ങളെയും ചവിട്ടി മെതിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നതും നിലനിൽക്കുന്നതും വാസ്തവത്തിൽ അപമാനമാണ്. ഈ ഭാരതം ഒരു മതേതര സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് പറയുമ്പോൾ അതിന്റെ ജീവിത ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രമെന്നുള്ള ഖ്യാതി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതിനെല്ലാം ഹരിച്ചുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട് ദീർഘനാളുകളോളമായി 76 വർഷത്തിൽ പരം കാലം പിന്നിട്ട സ്വതന്ത്ര വായു ശ്വസിച്ച ഭാരതത്തിൽ ഇത്തരത്തിലൊരു നിയമം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഭാരതീയർക്കെല്ലാം അവഹേളനമാണ്, അപമാനകരമാണ്. അത് തുടച്ചു നീക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അടിമത്തത്തിന്റെ എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, അടിമത്തത്തിന്റെ ഏതെങ്കിലും വിധത്തിൽ ചീഞ്ഞു നാറിയ ഏതെങ്കിലും ശേഷിപ്പുകൾ ഉണ്ട് എങ്കിൽ അതിനെ കൂടി നീക്കം ചെയ്തുവെങ്കിലേ സ്വതന്ത്രമായി ശ്വസിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കിട്ടൂ. സ്വാതന്ത്ര്യം അതിന്റെ 100% നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാ അടിമത്തത്തിന്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാൽ മതിയാവും. നിലവിലുള്ള വഖഫ് നിയമം എന്ന് പറയുന്നത് അടിമത്തത്തിന്റെ ഒരു പ്രതീകമാണ്, അടിമത്തത്തിന്റെ ശേഷിപ്പാണ്. അത് വലിച്ചെറിയണം. സ്വതന്ത്രവായു ആ ചക്രവാളത്തിലേക്ക് ഉയരാൻ ഓരോ പൗരനും സാധിക്കണം. അതുകൊണ്ടാണ് ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്ത് നമ്മുടെ നാട്ടിൽ സൗഹാർദ്ദം നിലനിൽക്കണം, എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും സാമൂഹ്യ നീതി ലഭിക്കാൻ സാധിക്കണം. ഇത് സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ MP-മാരോട് അഭ്യർത്ഥിക്കുന്നത്, എല്ലാ MP-മാരോടും അഭ്യർത്ഥിക്കുന്നത്, ഒരു കത്തയച്ചുകൊണ്ട് ഓരോ പൗരനും ആവശ്യപ്പെടുകയാണ്. ഈ പാർലമെന്റിൽ വരാൻ പോകുന്ന ഈ പാർലമെന്റ് സമ്മേളനത്തിൽ, ലോക്സഭാ സമ്മേളനത്തിൽ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന MP-മാർ ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഈ കേരളത്തിലെ ജനങ്ങൾ ഈ ജനങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും അവർ ചെവിക്കൊള്ളണം. ഈ ജനങ്ങളുടെ വിലാപം കേൾക്കാനുള്ള ഹൃദയവിശാലത അവർക്കുണ്ടാകണം, മനുഷ്യത്വം ഉണ്ടാകണം. ഈ MP-മാർ ഈ ജനങ്ങളുടെ ഈ ഒരു വികാരം മനസ്സിലാക്കി, അവരുടെ ഹൃദയവികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ കത്ത് ഇന്നിവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നത്.